ഹലോ, അപ്പോൾ ദാ വീണ്ടും ഒരു കേക്ക് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് 1/2 kg വന്നിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് കേക്കായിരുന്നു. അപ്പം ഇതിൻ്റെ സ്പഞ്ച് നോക്കിക്കേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്പഞ്ചിൻ്റെ റെസിപ്പി വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കേക്കിൻ്റെ ഫില്ലിങ്ങും ഒക്കെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് കേക്ക് ക്രം കോട്ട് ചെയ്ത് വെക്കുന്നത് വരെയുള്ളൂ. കാര്യം ലെങ്ത്ത് വളരെ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് പോസ്റ്റ് ചെയ്യാൻ, അതായത് ഇതിൻ്റെ ഒരു ഡിസൈൻ വർക്കും കൂടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പം അത് അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലാദ്യം തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗനാഷ് നല്ലോണം കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തു, ക്രീം വെച്ചു, അതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് വെച്ചു, ചോക്ലേറ്റ് ഇട്ടു. അങ്ങനെ തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടോ. ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കസ്റ്റമറിന്. നമ്മുടെ അടുത്ത് കസ്റ്റമർ രാവിലെ ഒരു 10 മണിക്കാണ് വിളിച്ചിട്ട് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് സെറ്റ് ആവുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. 6 മണിക്ക് ഇത് ഡെലിവറി ചെയ്യേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്പഞ്ച് അടിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കേക്ക് ഒന്ന് സെറ്റാവാൻ വെക്കണ്ടേ. അപ്പം കുറഞ്ഞ രീതിയിൽ സെറ്റായിട്ടുള്ളൂ. ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്ന്. അപ്പോൾ ഇതുപോലെയാണോ നിങ്ങൾ ഫില്ലിങ് കൊടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.